ഗാസയിൽ IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്, അവർ ഗ്രൗണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് കരയുദ്ധം. മനസ്സിലാക്കണം, ഒന്നൊന്നര മാസം മുമ്പ് സീസ് ഫയറുമായി ബന്ധപ്പെട്ട് ഗാസയുടെ പല ഭാഗത്തു നിന്നും മാറിക്കൊടുത്തു. പക്ഷെ തിരിച്ചുള്ള ഈ അതേപോലെ റെസ്പോണ്ട് ചെയ്യേണ്ട ഹമാസിൻ്റെ പല പ്രവർത്തികൾ, ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞ് രണ്ടാമത്തെ ഫേസിനകത്ത് പറഞ്ഞിരുന്നതാണ് എത്ര പേര് ജീവനോടുണ്ട് അവരുടെ ലിസ്റ്റ് കൊടുക്കണം, അതുപോലെ ഒറ്റയടിക്ക് ഈ പറയുന്ന ആൾക്കാരെ വിടണം. അത് ഘട്ടം ഘട്ടമായിട്ട് വിടൽ നടക്കത്തില്ല. അപ്പം അതിനെ അവർ റിജക്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈ നെഗോസിയേഷൻ പാർട്ട് ഏകദേശം ഡീറെയിലായി. അതിനകത്ത് നേരിട്ടുള്ള ചർച്ചയായിരുന്നു അമേരിക്ക നടത്തിയിരുന്നത് ഈജിപ്തിൽ വെച്ച്. ഇതിൻ്റെ ഭാഗമായിട്ട് പൊളിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ അമേരിക്കയുടെ സമ്മതത്തോടുകൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കരയുദ്ധം നടത്തുന്നത്. ഇസ്രായേലി ഗവൺമെൻറ് പറഞ്ഞ സ്ട്രാറ്റജിക് പ്ലേസുകളിലാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്, പക്ഷേ ഞങ്ങളത് പിടിച്ചെടുക്കാൻ പോവുകയാണ്. അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ ഹെലികോപ്റ്ററിൽ കൂടെ ഇവർക്ക് നോട്ടീസ് പാംപ്ലെറ്റ് വിതരണം ചെയ്തു. അപ്പം എന്നിട്ട് അവർക്ക് മാപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു പോകണം. ഒഴിഞ്ഞു പോകാൻ നേരത്ത് മറ്റൊരു ഖാൻ യൂനിസ് ആണെങ്കിലും മറ്റുള്ള ഭാഗത്തോട്ട് പോകാനല്ല പറയുന്നത്. അവിടെ ഒരു വാതിലുണ്ട്, അതായത് ഈജിപ്തിലോട്ട് പോകുന്ന സ്ഥലം, അങ്ങോട്ട് കയറി പോയിക്കോളൂ. അവിടെ നിങ്ങൾക്ക് ആഹാരവും മരുന്നും ഡോക്ടേഴ്സും ഒക്കെ തയ്യാറാണ്, അങ്ങോട്ടൊക്കെ പോവുക, ഇവിടെ നിൽക്കണ്ട. ഇതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഈ പ്രാവശ്യം ഇസ്രായേലി പട്ടാളം ഗവൺമെൻറ്റിൻ്റെ തീരുമാനം മറ്റുള്ള രാജ്യങ്ങളുടെ അനുവാദത്തോടു കൂടി, കാരണം ഇത് ഇസ്രായേൽ അങ്ങനെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റത്തൊന്നുമില്ല. അതായത് ഗാസ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും ഇസ്രായേലി പത്രങ്ങളിൽ വരുന്നുണ്ട്. ഗവൺമെൻറ്റിനെ കോട്ട് ചെയ്യുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ, അവിടുത്തെ ഡിഫൻസിൻ്റെ മിനിസ്റ്ററെ, എക്സ്റ്റേണൽ മിനിസ്റ്ററെ, അതേപോലെ ഡിഫൻസ് ഓഫീഷ്യൽസിനെ കോട്ട് ചെയ്തിട്ട് പറയുന്നത്, ഈ കിട്ടിയ സമയത്ത് ഈ ഹമാസ് റീഗ്രൂപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതിനേക്കാളുപരി കള്ളക്കടത്തിൽ കൂടെ, കാരണം ഓപ്പൺ മാർക്കറ്റിൽ കൂടെ, ഗ്രേ മാർക്കറ്റിൽ കൂടെ ആയുധങ്ങളും തോക്കുകളും അതേപോലെ എക്സ്പ്ലോസീവ് സാധനങ്ങളും സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ ഇവർ ഗറില്ല വാർഫെയറിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അതായത് വീണ്ടും ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഇസ്രായേലിന് ഒക്ടോബർ 8-ാം തീയതി കിട്ടിയ അടി അവർക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും ഹമാസിനെ റീഗ്രൂപ്പ് ചെയ്യാനോ പഴയ രീതിയിൽ കേപ്പബിലിറ്റീസ് കൊണ്ടുവരാൻ ഇസ്രായേലി ഗവൺമെൻറ്റിനും അമേരിക്കയ്ക്കും താല്പര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായിട്ട് പറയുകയാണ്, ഒരു ഹമാസുകാരനും പോലും ഗാസയിൽ കാണില്ല, ഞങ്ങളിതിനെ തുടച്ചു നീക്കും. കാരണം ആദ്യം പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെ ഈ ഹോസ്റ്റേജസുമായിട്ട് ബന്ധപ്പെട്ട അവിടെ പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഗവൺമെൻറ് കാര്യമായ രീതിയിൽ മാനിക്കുന്നില്ല. കാരണം ഗവൺമെൻറ് പറയുന്നത് ഇവർ ഈ പറയുന്ന 56 ഹോസ്റ്റേജസിനകത്ത് അവിടെ മരണപ്പെടാൻ ജീവനോടിരിക്കുന്ന ആൾക്കാർ ഏകദേശം 10-16 പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായി ഇൻ്റലിജൻസിൻ്റെ പേരിലാണ് ഇവർ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ചില പഴയ പട്ടാളക്കാരും അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫർദർ ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഇസ്രായേലിനെ പഴയ രീതിയിലാക്കാൻ താല്പര്യമില്ല. അതായത് ഫുൾ പ്രൂഫായിരിക്കും, കംപ്ലീറ്റ് ആയിട്ടും ഗാസ ക്ലീൻ ചെയ്യുക. ഒരു ഹമാസുകാരനും ഹമാസിനെ പിന്തുണയ്ക്കുന്നവനും ഗാസയ്ക്കകത്ത് ഉണ്ടാകരുത്. ഇതാണ് അവരുടെ തീരുമാനം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ഹമാസിൻ്റെ ഈ റിജുവിനെതിരെ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ പല നേതാക്കളെ ഇവർ സെലക്ട് ചെയ്തു. കാരണം ഈ ടണലിനകത്തിരുന്ന ആൾക്കാരൊക്കെ പുറത്തു വന്നു. അതേപോലെ തന്നെ ഇവർ വീണ്ടും ടണൽ കുഴിക്കാൻ ശ്രമിച്ചു. കാരണം വീണ്ടും വാർ ചെയ്യാൻ വേണ്ടി ടണൽ കുഴിക്കാൻ ശ്രമിച്ചു. ഇവിടൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇതൊക്കെ കറക്റ്റായിട്ട് ഈ സാറ്റലൈറ്റ് പിക്ചറും അതേപോലെ ഇസ്രായേൽ നേരത്തെ അവിടെ സ്ഥാപിച്ച ക്യാമറയ്ക്കകത്തും സംഭവങ്ങളെല്ലാം കിട്ടി. അതാണ് കൃത്യമായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചത്, ഇനിയും ഇതേപോലെ ഹമാസ് ഉണ്ടാകാൻ പാടില്ല. ശ്രദ്ധിക്കുക, ഈ ഒരു സമയത്ത് ഹമാസിന് പിന്തുണയായിട്ട് ലോകത്തൊരു രാജ്യങ്ങളും വന്നിട്ടില്ല. ഇസ്രായേൽ ഇഷ്ടം പോലെ ചറപറന ബോംബ് ചെയ്യുന്നത്, കാരണം ട്രംപിൻ്റെ അനുമതിയുണ്ട്, ഇഷ്ടം പോലെ വെപ്പൺസും കൊടുക്കുന്നുണ്ട്. ശരിക്കും വളരെ തകർത്ത് തരിപ്പണമാക്കുന്ന വെപ്പൺസാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. കാരണം ബൈഡനെ പോലല്ല,
ട്രംപ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അതിൻ്റെ ചില വീഡിയോ ക്ലിപ്പിങ്ങുകളൊക്കെ കാണുമ്പോൾ, കാരണം അതിഭീകരമായിട്ടാണ് ഇവർ കയറിയിരിക്കുന്ന ഈ വീടുകളിനകത്തൊക്കെ ഇവർ ഒളിച്ചോടി അയറ്റത്ത് കയറിയിരിക്കുന്നുണ്ട്, അവിടെ തകർത്തിരിക്കുന്നത്. കാരണം ആ ബിൽഡിങ്ങിനകത്ത് ബോംബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള ഒരാൾ പോലും പുറത്തിറങ്ങി രക്ഷപ്പെടത്തില്ല. ഇതുമായിട്ടുള്ള റിപ്പോർട്ടിംഗ് പോലും ഈ അൽ ജസീറ പോലും വളരെ പതുക്കെ, വളരെ സൂക്ഷ്മമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുക. കാരണം ട്രംപാണ് ഭരിക്കുന്നത്. കാരണം ട്രംപ് ഒരു കാരണവശാലും ഖത്തറിനെ അടുപ്പിച്ചിട്ടില്ല പല കാര്യങ്ങളിലും. അതേപോലെ ഈ അൽ ജസീറ ഈ ട്രംപിനെതിരെ, ഇസ്രായേലിനെതിരെ പല കള്ളക്കഥകളും ഇലക്ഷൻ സമയത്ത് പിന്നീട് ഉണ്ടാക്കിയെടുത്തു. അതും ട്രംപും അമേരിക്കയും വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ ഖത്തർ ഫണ്ട് ചെയ്യുന്ന അൽ ജസീറ എങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വരാനുള്ള ദിവസങ്ങളിൽ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ യുണൈറ്റഡ് നേഷനും വലിയ കോലാഹലങ്ങളൊക്കെ അങ്ങ് നിർത്തി. കാരണം യുണൈറ്റഡ് നേഷൻ്റെ വലിയൊരു ഭാഗം അവരുടെ പല പ്രോജക്ട്സും പരിപാടിയായിട്ട് ഏകദേശം 2500ഓളം പേര് ഈ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഈ ഭാഗത്തെല്ലാം, കാരണം അവർ ഫണ്ടിങ് ഉണ്ടായിരുന്നു. ഈ ഫണ്ടെല്ലാം അമേരിക്ക നിർത്തി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പല ആൾക്കാരും പണമില്ലാതെ ജോലിയിൽ നിന്നും രാജിവെച്ചു പോയി. അതായത് വല്ലാത്ത ട്രാപ്പിലാണ് ഈ സംഭവം. ഇപ്പോൾ ഈ ഗാസയാണെങ്കിലും വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും ഈ പാലസ്തീനോ ഹമാസിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം വളരെ കൃത്യമായിട്ടാണ് യുണൈറ്റഡ് നേഷൻ അനാവശ്യമായിട്ട് ഒറ്റ വാക്ക് പറയുന്നില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഇതിനെ എടുത്ത് ഈ യുണൈറ്റഡ് നേഷൻ പോലും എടുത്ത് ദൂരകളയാൻ പറയും. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നയാൾ ഇസ്രായേൽ ഈ വിഷയത്തിൽ. അപ്പോൾ ഇപ്പോഴുണ്ടാകുന്ന സംഭവത്തിന് എൻ്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് അമേരിക്കയുടെ താല്പര്യം പോലെ തന്നെ അതിന് മറ്റൊരു ഗാസ എന്ന് പറയുന്നത് അതിൻ്റെ പേര് ഉൾപ്പെടെ മാറ്റിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഹബ്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും, കാരണം അറ്റ്ലാന്റിക് സമുദ്രമാണ്, അത് മാറ്റാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കരയുദ്ധം ചെയ്ത് കംപ്ലീറ്റ് ക്ലീൻ ഔട്ട്, വൈപ്പ് ഔട്ട് എടുത്ത് ദൂരെ കളയുക. എന്നിട്ട് ഇവരെ എല്ലാം മാറ്റിയിട്ട് അതിനെ പൂർണ്ണമായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ അവിടെ റീസെറ്റിലിങ്, റീഹാബിലിറ്റേഷനും സംഭവങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ആ രീതിയിലുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗാസ ഓപ്പറേഷൻ, ഇപ്പോഴത്തെ ഗ്രൗണ്ട് ഓപ്പറേഷൻ നടക്കുന്നത്. അതിൻ്റെ ഈ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ബിൽഡിങ്ങുകളാണ് തകർക്കുന്നത്. ബാക്കിയുള്ള ഏകദേശം ഇപ്പോൾ 10 ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ 7-8 ബിൽഡിങ് നേരത്തെ ബോംബിങ്ങിൽ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ബോംബിങ്ങിൽ അറിയാൻ സാധിക്കുന്നത് ആ ബിൽഡിങ്ങിൽ ഒരു ദൂരെ കളയുക, പൂർണ്ണമായിട്ട് അവിടെ ഇടിച്ചു പൊളിച്ച് നാശമാക്കിയിട്ട് അതിനെ ക്ലീൻ ആക്കി എടുക്കുക, അവിടെയുള്ള ആൾക്കാരെയും പുറത്ത് ചാടിക്കുക. ഒരു ഹമാസുകാരനെ, ഹമാസിനെ പിന്തുണയ്ക്കുന്നവനോ ഗാസയിൽ കാണരുത്. അതാണ് ഇപ്രാവശ്യം ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതിനെ പൂർണ്ണമായിട്ടും അമേരിക്ക പിന്താങ്ങുന്നു. എന്താണ് ഫർദർ ഉണ്ടാകാൻ പോകുന്നതെന്ന് വരാനുള്ള ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാൻ സാധിക്കും. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.